ഇത് ചാക്കാനാണ് കേട്ടോ. വീണ്ടും വന്നിരിക്കണു നർമ്മത്തിൽ ചാലിച്ച ഒരു പൊള്ളുന്ന സത്യവുമായി. വൃദ്ധരായ ദാമോദരനും മമ്മദും പിന്നെ ഒരു വർഗീസും ജോസഫും ഒക്കെ ഒത്തുചേരുന്ന ഒരു അന്തരയാണ് നമ്മുടെ പശ്ചാത്തലം. ജീവിത സായാഹ്നത്തിലേക്ക് കടക്കുന്ന ഇവരുടെ കഥകൾ കേൾക്കുവാൻ ചെവി കൂർപ്പിച്ച് ഈ യാത്രയിലേക്ക് പോരുട്ടോ. കരുണയുള്ളോ ഭാഗ്യവാന്മാർ. എന്താണോ ദാമോദര താനിന്ന് ഞങ്ങളെ കൂട്ടാതെ പോകുന്നത്? ഞാൻ ഇന്ന് ലേശം നേരത്തെ ഒന്ന് വർഗീസ് അമ്പലത്തിലൊക്കെ ഒന്ന് കയറി തുഴയുകയും ചെയ്തു. മമ്മദിക്ക, ഇന്ന് ഞാൻ അമ്പലത്തിൽ കയറിയെങ്കിൽ അതിലെന്തോ വിശേഷമുണ്ട്. ശരിയാണ്, എല്ലാ ദിവസവും ഈ ആൽത്തറയിൽ ചെന്ന് കുത്തിയിരിക്കലല്ലാതെ ഈ പകയൻ അതിനകത്ത് കയറാറില്ലല്ല. പറയടോ നായരെ, ഇന്നെന്താ വിശേഷം? മയ്യത്തായ എന്റെ കെട്ടിയോള് തിരിച്ചു വന്ന തിരിച്ചു വന്നെങ്കിലെന്ന് ഞാൻ ആശിക്കുന്നു. ഇത് കഴിക്കും. ഇന്ന് ഞങ്ങളുടെ വിവാഹ ദിനമായിരുന്നതോ. 40 വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലൊരു വൃശ്ചികം 14 അവൾ എന്റെ കൈയും പിടിച്ച് എന്റെ വീടിന്റെ പടി കയറിയത്. 29 വർഷങ്ങൾ സ്വർഗമായിരുന്നതോ സ്വർഗം. അവള് പോയപ്പോ ചിറകൊടിഞ്ഞ പോലെയായി. ഞങ്ങളുടെ അവസ്ഥ അതുതന്നെയാണോ ദാമോദര? കൂടെ ഉണ്ടായിരുന്നപ്പോ വില അറിഞ്ഞില്ല. നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാ. നമ്മുടെ ബീവിയുടെ മുകളിൽ നമ്മക്കല്ലേ അറിയൂ. ആ ഇംഗ്ലീഷിനെ കൊണ്ട് നമ്മൾ ആലോചിക്കണേ. ഇതിന് ഭാഷാണം കലക്കി കൊടുക്കണോ? ഓള് അതിലൊന്നും വീഴൂല. കൂടി എന്നാ പിള്ളേ. അല്ല, അതാരാ വരണ നോക്കി? അത് നമ്മുടെ ജോസഫാണല്ല. എന്താണോ ജോസഫേ, തന്നെ കണ്ടിട്ട് കുറെ കാലായല്ലോ. ശരിയാ, കഴിഞ്ഞ മാസം വെള്ളിപ്പെരുന്നാളിന്റെ അന്ന് കണ്ടതാ. ഇജെവിടാന്ന് മാപ്പിളേ? ഒന്നിനും നേരമില്ലടോ, എന്നും തിരക്ക. വീട്ടിൽ വേറെ ആരാ ഉള്ളത്? മോളും മരുമോനും ജോലിക്ക് പോയാ അന്തിക്ക് കയറി വരും. കുട്ടികളും സ്കൂളിൽ പോയാ പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കട്ടെ. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ എന്റെ കൈ തന്നെ ചെല്ലണം. ഓ, തന്റെ ഒരു തിരക്ക്. വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ നമ്മളോ ആ 4 ചുവരുകൾക്കിടയിൽ തന്റെ ജീവിതം ഇല്ലാണ്ടാകും. ഇവിടെ വന്നിരുന്ന് കുറച്ച് കാറ്റും വെളിച്ചവും ഒക്കെ കൊണ്ട് നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് നമുക്കൊന്ന് ഉഷാറാകണോ. പഴയ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ താൻ പണ്ട് ഗോപാലൻ മാഷിന്റെ വരമ്പിൽ മാങ്ങ പറിക്കാൻ കയറിയപ്പോൾ പട്ടി ഓടിച്ചിട്ട് വീട്ടിൽ കഴിച്ച കാര്യോടോ. 1 മാസം കഴിഞ്ഞിട്ടല്ലടോ തനിക്ക് മൂട് കുത്തിയിരിക്കാൻ പറ്റിയത്. ഒന്ന് പോടോ. അതേടോ, ആ പഴയ ഓർമ്മകളൊക്കെയാ ഇന്ന് എനിക്ക് ഏക ആശ്വാസം. എങ്കിൽ പിന്നെ തനിക്കിടയ്ക്ക് വന്നൂടെ? അതിനോട് ലീവ് അനുവദിക്കണ്ടേ? അല്ലടോ മാപ്പിളെ, ഓനിന്ന് ഇവിടെ അന്ന് അറിഞ്ഞാല് ഓന്റെ വീട്ടിൽ പെരുന്നാളായിരിക്കും. പെരുന്നാള് മരുമോന്റെ വക പെരുന്നാൾ പ്രസംഗവും മോന്റെ വക വെടിക്കെട്ടും. നല്ല കുശാല. ശരിയാണോ ജോസഫേ? താനൊക്കെ ഭാഗ്യം ചെയ്തവനാണോ. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ സ്നേഹം കൊണ്ട് മൂടാൻ മകനും മരുമോളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ട്.
തന്റെ വീട്ടിലോ ഇല്ലടോ ഇതൊക്കെ? ഉണ്ട്, എല്ലാം ഉണ്ട്. മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ. പക്ഷെ ഒന്നു മാത്രമില്ല, സ്നേഹം. അവനെന്നെ ഒന്ന് അപ്പ എന്ന് വിളിച്ചിട്ട് മാസങ്ങളായി. നേരം കിട്ടാഞ്ഞിട്ടൊന്നുമല്ലടോ ഞാനും കൂടെ വരാത്തത്. കൂട്ടിയിട്ടിരിക്കുക. ഒരു പട്ടിയുടെ ജന്മം. അപ്പനെന്ന പേരിൽ വീട്ടിലൊരു കാവൽക്കാരൻ. ഇങ്ങനൊരവസ്ഥ ഒരപ്പനും ഉണ്ടാകരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന. സ്നേഹിച്ചു വളർത്തിയ മക്കൾ, അവന് നൽകിയ ചോറിന്റെ നന്ദിയെങ്കിലും അവൻ കാണിച്ചിരുന്നെങ്കിൽ ഈ നെഞ്ച് തകരുവാണോ? എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണോ അവസ്ഥ? പ്രായമായി കഴിഞ്ഞ അപ്പനും അമ്മയും ഒക്കെ എല്ലാവർക്കും ഭാരമാണ്. പക്ഷെങ്കിൽ വർഗീസ് ഇക്കാര്യത്തില് ഭാഗ്യവാനാണ്. അവന്റെ വീട്ടിൽ വരുമ്പോ അസൂയ തോന്നാറുണ്ട്. എന്തൊരു സന്തോഷാണോ തന്റെ വീട്ടില്. ചെറിയ ഇണക്കവും പിണക്കവും ഒക്കെ എന്റെ വീട്ടിലും ഉണ്ട്. എന്നാലും വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ മനസ്സിനൊരു സുഖം. കാരണം ജോസുകുട്ടിയും പെണ്ണും എന്നെ അത്ര കാര്യമായിട്ടാണ് നോക്കുന്നത്. പിന്നെ കൊച്ചുമക്കളുടെ കളിയും ചിരി. ഇതൊന്നും കാണാൻ എൻ്റെ റോസാക്കുട്ടി ഇല്ലാതെ പോയല്ലോ എന്നൊരു ദുഃഖം മാത്രമേ ഉള്ളൂ. ഇതിനൊക്കെ എന്ത് പുണ്യാണോ താൻ ചെയ്തത്? എനിക്കും ഒന്ന് പറഞ്ഞതാ. ഞാനൊരു പുണ്യവും ചെയ്തില്ല. ഞാൻ എൻ്റെ കടമ ചെയ്തു. എൻ്റെ അപ്പനെയും അമ്മേനെയും പൊന്നുപോലെ നോക്കി. ഒരുപക്ഷെ അവരുടെ അനുഗ്രഹത്തിന്റെ ഫലമായിരിക്കാം എൻ്റെ മക്കൾ എന്നെ പൊന്നുപോലെ നോക്കുന്നത്. ശരിയാണല്ലോ. അവനവൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലമാണ് അവനവൻ അനുഭവിക്കുന്നത്. എൻ്റെ അപ്പനോടും അമ്മയോടും കരുണ കാണിക്കാൻ ഞാൻ മറന്നുപോയി. മറന്നതല്ല, തിരക്കുകൾക്കിടയിൽ ഞാൻ അവരെ ഒഴിവാക്കി എന്നതാണ് വാസ്തവം. ഇന്നിപ്പോൾ എൻ്റെ മക്കൾ എന്നെ ഒഴിവാക്കും. ഞാനിതൊക്കെ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടതല്ല. മാതാപിതാക്കളെ മറന്നു പോകുന്നൊരു മക്കളെ നിങ്ങൾ കേൾക്കൂ. നിങ്ങൾക്കു നന്മകൾ വന്നിടുവാനായി ജീവിതം ഹോമിച്ചവർ ഇവർ ബലിയായി തീർന്ന ഇതായി പൊക്കണ. സമ്പത്തുകാലത്തു തൈവത്തു വെച്ച ആപത്തുകാലത്ത് കാവത്തു തിന്നാം. സ്വന്തം മാതാപിതാക്കളെ നന്നായി നോക്കിയ നമ്മുടെ മക്കള് തരുന്ന വാർദ്ധക്യത്തിൽ നമുക്ക് തിന്നാം. ദിസ് ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്.